ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഒരു 300 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തീരെ കനം കുറയ്ക്കണ്ട. ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കുക. തീരെ കനം കുറഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു 2 സവോള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. സവോള കനം കുറച്ചരിയണം. ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ളതല്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 വറ്റൽമുളക് മുറിച്ചത് കൂടി ഇടാം. ഇപ്പം ആ മുളകുമെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വഴറ്റിയാൽ മതി. ഞാൻ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി, ഇത്രയും മൂത്താൽ മതി. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കോട് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടി കരിഞ്ഞും പോകും, കോവയ്ക്കയിട്ട് വേവില്ല. ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ മൂടിയെടുത്ത് ഇളക്കി കൊടുക്കുകയും വേണം. ഒരല്പം പോലും വെള്ളം ഇരിക്കേണ്ടതിന്. കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും. ചോറിന് നല്ലൊരു കറിയായത്. നമുക്കൊന്നുകൂടെ മൂടി വെക്കാം. കോവയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി മൂടി വെക്കണമെന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളകിന് അധികം എരിവില്ല, കാരണം ഒരു നിറമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മുളക് പൊടിയും പിടിക്കണം. ഇങ്ങനെ വെന്തതിന് ശേഷം ചേർക്കണം. മുളകൊന്നും കരിയോ ഇല്ല. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിങ്ങനെ ഇളക്കി നല്ലതുപോലെ തോർത്തിയെടുക്കണം. നമ്മൾ കണ്ടോ, കുറച്ചുകൂടെ നിറമൊക്കെ മാറിയില്ലേ. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. മെഴുക്കുവരട്ടി ആകുമ്പോൾ ഇച്ചിരി എണ്ണ വേണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഒന്നുകൂടെ ഇളക്കി നല്ലതുപോലെ ഫ്രൈ ആയിട്ടെടുക്കണം. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്.